പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഫലപ്രഖ്യാപനം നടക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇന്ന് 2026 ജനുവരി 28 വരെയുള്ള ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളെ ശ്രദ്ധിച്ചാൽ രാഷ്ട്രീയ കേരളം എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യണമെന്നില്ല എന്ന് എല്ലാവരും പറയുന്നതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നില്ല. മാത്രവുമല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഏകദേശം ഇങ്ങനെയായിരുന്നു: 38% UDFനും 33% LDFനും. അപ്പോൾ 38ഉം 33ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71%. അതിന് പുറമെ 14% BJPക്കും. അപ്പോൾ 85% വോട്ടുകളാണ് ആയത്. അപ്പോൾ ഒരു 15% അവിടെ നിൽക്കുന്നുണ്ട്. ഈ 15% ആളുകൾ സ്വതന്ത്രരായി മത്സരിക്കുന്നവരോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെയുള്ള അവിടെ പ്രാദേശികമായി മാത്രം മത്സരിക്കുന്ന ചില പ്രാദേശിക കൂട്ടായ്മകളാണ്. അവർക്ക് ലഭിച്ച വോട്ടാണ് ഈ 15%. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ആ പാറ്റേണിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണമോ അതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വളരെ കൗതുകകരമായൊരു കാര്യം മലയാള മനോരമ അവകാശപ്പെടുന്നത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അന്ന് കണക്കാക്കിയത് LDF, അതായത് അതേ പാറ്റേണിൽ, അതായത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ വിജയത്തെ നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ 101 സീറ്റിൽ അന്ന് LDFും 38 സീറ്റുകളിൽ UDFും 1 സീറ്റിൽ NDAയും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് 2020 ഉണ്ടായിരുന്നത് എന്നാണ് മനോരമ പറഞ്ഞത്. മാസങ്ങൾക്ക് ശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും വിജയിക്കുന്നതും NDA 1 സീറ്റിലും വിജയിക്കാതിരിക്കുന്നതുമാണ്. പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ പരിശോധിച്ചാൽ ഏറെക്കുറെ അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 80 സീറ്റുകളിൽ UDFും 58 സീറ്റുകളിൽ LDFും 2 സീറ്റുകളിൽ NDAയും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനോരമ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ അവരുടെ ദിനപത്രത്തിൽ അവർ അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാം 2026 ജനുവരി 28 ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ ദിവസങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്താണ്, ഇത് ആർക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ LDFന് അനുകൂലമായി ഉണ്ടായ ഒരേ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതിനിധികളായി വിജയിച്ചു വന്ന ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചു വന്ന ചില ജനപ്രതിനിധികൾ അവർ NDAയുമായി സഹകരിക്കുന്നതിൽ BJP ചേർന്നതോ ആയ രീതിയിലുള്ള പ്രചരണം ഇവിടെ ഉണ്ടായി. അങ്ങനെ അവർ ഒരു ഹോഴ്സ് ട്രേഡിങ്ങിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ടേൺ കോഡ്സായി, അല്ലെങ്കിൽ അവർ തങ്ങളെ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കാതെ അവരവരുടെ രാഷ്ട്രീയമായ ചായ്വ് മറ്റു ചിലർക്ക് തങ്ങളുടെ മാതൃ പാർട്ടിയെ അല്ലെങ്കിൽ തങ്ങളെ വിജയിക്കാൻ സഹായിച്ച പാർട്ടിക്ക് എതിരായിക്കൊണ്ട് ഉള്ളൊരു രാഷ്ട്രീയ നിലപാട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ UDFിൻ്റെ ഭാഗമായി വിജയിച്ചു വന്ന ജനപ്രതിനിധികൾ എടുത്തു എന്നുള്ളതാണ് LDFന് അനുകൂലമായി ഉണ്ടായ ഒരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങൾക്കിടെ. എന്നാൽ LDFന് പ്രതികൂലമായി ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, അതായത്
മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കാസർഗോഡ് നഗരസഭയിലും വിജയിച്ച ആളുകളെ നോക്കിയാൽ അറിയാം ഈ വർഗീയതയെ പിന്തുണയ്ക്കുന്ന ശക്തികളാണ് UDFൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് പിന്നീട് ആ പ്രസ്താവന അദ്ദേഹം തിരുത്തി. അതിനെ പല ആളുകളും വസ്ത്രം കണ്ടാൽ അറിയാം ഇവരാരാണ് എന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു ശൈലിയിലായിപ്പോയി സജി ചെറിയാൻ്റെ പ്രസ്താവന എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അതുപോലെ AK ബാലൻ്റെ പ്രസ്താവന. AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമായത്തെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പിന്നീട് ഇപ്പോൾ അടുത്ത് ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് പാലോളി മുഹമ്മദ് കുട്ടി, CPMൻ്റെ മുതിർന്ന നേതാവ്, മുൻ മന്ത്രി, അദ്ദേഹം ആ പ്രസ്താവനകൾ ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് LDFന് പ്രതികൂലമായി ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഈ രണ്ട് പ്രസ്താവനകൾ. AK ബാലൻ മുൻ മന്ത്രി നടത്തിയുള്ള പ്രസ്താവനയും നിലവിലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയുള്ള പ്രസ്താവനയും. അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം കൊള്ള ചെയ്തു അതിൽ CPM നേതാക്കൾക്കുള്ള പങ്ക്, CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ള അതിലെ മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക്, ഇനി കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അറസ്റ്റും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് CPMന് പ്രതികൂലമായിട്ടാണ് ഇന്നോളം ഉണ്ടായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി മാറി UDFലെത്തുമോ എന്നുള്ള ആശങ്കകൾ. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും അവസാനം ഇന്ന് CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി CV വർഗീസിൻ്റെ ഒരു ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് റോസി അഗസ്റ്റിനാണ് മുന്നണി മാറ്റത്തിനുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റോസി അഗസ്റ്റിനെ നമ്മൾ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റോസി ജോസഫ് അല്ലാതെ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അവർ വിജയിച്ചു വന്നാൽ നാളെ അവർ മറുകണ്ഠം ചാടുമോ എന്നുള്ള ഭയം CV വർഗീസിനും എറണാകുളം, കോട്ടയം പോലെയുള്ള ജില്ലകളിലെ CPMൻ്റെ അണികൾക്കുമുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ ട്രസ്റ്റ്വർത്തി അല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ ഒരു അനന്തരഫലം എനിക്ക് തോന്നുന്നത് ഈ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് സാങ്കേതികമായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDFൽ തുടർന്നാലും ജോസ് കെ മാണി വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന അണികളുടെ വോട്ട് CPMന് പൂർണ്ണമായും ലഭിക്കാത്തതായ ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന അണികളിൽ നിന്നും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരുടെ ഇടയിൽ റോസി അഗസ്റ്റിന് മാത്രമേ കാര്യമായ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം ഈ CPMൻ്റെ അണികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ശ്രമമേ അവർ നടത്തുകയുള്ളൂ. ആ CPMൻ്റെ അണികളിൽ നിന്നും അദ്ദേഹത്തിന് മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഇവർ കൂടെ ഉണ്ടെങ്കിലും ഈ ജോസ് കെ മാണി വിഭാഗം കൂടെ നിൽക്കുന്നത് കൊണ്ട് LDFന് മധ്യമേഖലയിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട മേഖലയിൽ രാഷ്ട്രീയമായി ഒരു ഗുണവും നേടാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യമാണ്. ഏറ്റവും അവസാനമായി ഇന്നാണ് ഈ CV വർഗീസിൻ്റെ ശബ്ദരേഖ. അദ്ദേഹം റോസി അഗസ്റ്റിനാണ് ജോസ് കെ മാണി വിഭാഗം മറുകണ്ഠം ചാടുന്നതിന് തടഞ്ഞത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്ത എന്നാണ് CPM നേതാക്കളും ജോസ് കെ മാണിയും നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കും അത്തരത്തിലുള്ളൊരു ശ്രമം നടന്നിരുന്നു. VD സതീശൻ ക്രൈസ്തവ പുരോഹിതരെ കാണാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഈ CPMൻ്റെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായ ടോമി ജോസഫും അതുപോലെ തന്നെ പോൾ മുണ്ടയ്ക്കലും പോലെയുള്ള ആളുകൾ ഇന്ന് പരാതിപ്പെടുന്നുണ്ട്. കാരണം ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നേതാവ് ജോസ് കെ മാണി
ഈ LDFിൻ്റെ മധ്യമേഖല രാഷ്ട്രീയ വിശദീകരണ യോഗം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന 3 ജാഥകളിൽ ഒരു ജാഥയുടെ നേതൃത്വം നൽകുന്നത് അതിൻ്റെ ക്യാപ്റ്റനാണ് ജോസ് കെ മാണി. അപ്പോൾ ആ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഈ ജാഥ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ട, അതിനെ വരവേൽക്കേണ്ട ആളുകളുടെ കൂട്ടത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ആളുകളെ വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ സ്വാഗതം ചെയ്യേണ്ട ആളുകളുടെ കൂട്ടത്തിൽ, ഈ ജാഥയെ സ്വാഗതം ചെയ്യേണ്ട ആളുകളുടെ കൂട്ടത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ആളുകളെ കാര്യമായി ഉൾപ്പെടുത്തിയില്ല എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ മധ്യമേഖലയിലെ ഈ എറണാകുളം, കോട്ടയം, ഇടുക്കി പോലെയുള്ള മേഖലയിൽ LDFന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം നമ്മൾ പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ വിഷയങ്ങളോട് വളരെ ഒരു എന്താ പറയുക, ഒരു നീതി പുലർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്നത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ പ്രധാനമായും അവർ നടത്തുന്ന രാത്രിയിലെ 8 മണിക്കൊക്കെയുള്ള ചർച്ചയിൽ തിരഞ്ഞെടുത്ത വിഷയങ്ങളെ ഞാൻ ശ്രദ്ധിക്കേണ്ടായി. ഈ വിഷയങ്ങളും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള ഈ വിഷയങ്ങളും LDFനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളാണ് NSS SNDP ഐക്യം. ആ ഐക്യശ്രമത്തിൻ്റെ ഭാഗമായി അവർ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത് വിളിച്ചത് വാസവനാണ് എന്ന് പറഞ്ഞാൽ ആ ഐക്യശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഇടതുപക്ഷത്തിൻ്റേതായി ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിൻ്റെയും പിന്നിൽ ഇടതുപക്ഷത്തിന് താല്പര്യങ്ങളുണ്ടായിരുന്നു, അവരതിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ G സുധാകരനെ പോലെ, ചിന്താ ജെറോമിനെ പോലെയുള്ള ആളുകൾ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാരിൽ നിന്നും പത്മ പുരസ്കാരം ലഭിച്ചതിൻ്റെ വാർത്തകൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി നൽകാനിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുക. അതിനകത്ത് ഒരുപക്ഷെ ഈ കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷം പിടിച്ചു നിന്നേക്കും. മറ്റിടങ്ങളിൽ ഇടതുപക്ഷത്തിന് ബാക്കി 4 മലബാറിലെ ജില്ലകളിലും വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോവുകയാണ്. അതേസമയം ഈ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഐഷ പോറ്റി അവിടെ ഇടതുപക്ഷത്തു നിന്ന് മാറി. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ഒരു വനിതാ സഖാവാണ് ഇപ്പോൾ ഇവരോടൊപ്പം ചേർന്നത്, മുസ്ലിം ലീഗിൽ ചേർന്നത്. ഏറ്റവും അവസാനമായി നമ്മളെ ഈ രക്തസാക്ഷി ഫണ്ട് കളക്ട് ചെയ്ത 1 കോടി രൂപ കളക്ട് ചെയ്തിട്ട് അതിൽ 40 ലക്ഷത്തോളം രൂപ അതിൻ്റെ കണക്കുകൾ ശരിയായ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന അസംബ്ലി മണ്ഡലത്തിൽ നിന്നും UDFൻ്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും. കാരണം സഖാവ് രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പാർട്ടി വേദികളിൽ മാത്രമേ ഞങ്ങൾക്കിതിൻ്റെ കണക്ക് അവതരിപ്പിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ്. പക്ഷേ അതേസമയം LDFൻ്റെ ഭാഗമായി നിൽക്കുന്ന പല MLAമാരും UDFൻ്റെ ഘടകകക്ഷികൾ പിടിച്ചെടുത്ത പണം ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല. അപ്പോൾ വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകേണ്ട വീടുകൾക്കായി പിരിച്ചെടുത്ത തുക ശരിയായി വിനിയോഗിച്ചില്ല എന്ന ആക്ഷേപം UDFലെ ഘടകകക്ഷികൾക്കെതിരെ LDFൻ്റെ നേതാക്കൾ ഉന്നയിക്കാറുണ്ട്. അതിൽ മുൻമന്ത്രിമാർ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉന്നയിക്കുമ്പോൾ അവരോടും അങ്ങനെയാണെങ്കിൽ, അതായത് പാർട്ടി അണികളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പൊതുജനങ്ങളിൽ നിന്നോ അവർ പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ കണക്ക് അവരുടെ പാർട്ടി വേദികളിൽ അവതരിപ്പിച്ചാൽ മതിയല്ലോ. ആ രാഷ്ട്രീയ തത്വമാണ് ശരിയെങ്കിൽ എന്തുകൊണ്ടാണ് അതാണ് ശരിയെങ്കിൽ രാകേഷ് പറഞ്ഞത് രാകേഷ് സഖാവ് പറഞ്ഞത് ശരിയാണ്. അതല്ല, ഈ നേതാക്കൾ, അതായത് ഈ വയനാട് ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് സതീഷിനോടും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടും LDFൻ്റെ നേതാക്കൾ ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ രാകേഷ് തീർച്ചയായിട്ടും
ഈ രക്തസാക്ഷി ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് തീർച്ചയായും പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതേക്കുറിച്ച് പറയാൻ സാധിക്കുക. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ അതേപോലെ 2025 ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2011 മാത്രമാണ് അതിനൊരു വ്യത്യാസം ഉണ്ടായത്. 2010 തെരഞ്ഞെടുപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടായത്. അതൊന്ന് VS ആണ് അന്ന് പാർട്ടിയെ നയിച്ചത്. VS മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലമായിരുന്നു അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന 5 വർഷക്കാലം. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് LDFന് വിജയത്തിനോടടുത്ത ഒരു പരാജയം ഉണ്ടായത്. വിജയത്തിനോടടുത്ത ഒരു പരാജയം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ നിയമസഭയിലെ ഏറ്റവും വലിയ നിയമസഭയിലെ ഒറ്റക്കക്ഷി CPM ആയിരുന്നു. ഭരണം ലഭിച്ചത് UDFനാണെങ്കിലും അത്രമാത്രം ശക്തമായിരുന്നു അന്ന് LDF. പക്ഷേ ആ ഒരു രീതിയിലുള്ള സാഹചര്യം എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നും, എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 2026 ജനുവരി 28 വരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പൊതുസമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ അതിൽ 90% കാര്യങ്ങളും LDFന് പ്രതികൂലമായിരുന്നു എന്ന് വേണം നമ്മൾ കാണാം. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ തുടരുകയാണ് എങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്പർ ഓഫ് അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ സീറ്റ്സിൻ്റെ എണ്ണവും നമ്മൾ ആ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു മുന്നേറ്റം, വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു നേരിയ മുന്നേറ്റമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തേക്കാൾ ഒരു ചെറിയ കുതിപ്പോടുകൂടി UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ബാക്കി രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.